ഇവര് ഇന്നലെയും ഗാനമേളയ്ക്ക് പോയെന്നാ തോന്നുന്നു. ഭയങ്കര ഉറക്കമാണല്ലോ. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് ഗാനമേള നടത്തുന്ന ടീമാ. രാജൻ സാറേ, പ്രിയമുള്ളവരെ, ഗാനമേള ഉടനെ ആരംഭിക്കുന്നതാണ്. പുള്ളിക്കാരൻ ഇപ്പോഴും സ്റ്റേജിൽ തന്നെ, ഓർക്കില്ല. വത്സമ്മ സാറേ, ഇവര് ഗാനമേളക്ക് തന്നെയാണോ പോണത്? എന്താണെന്നറിയാൻ മേല. എന്തായാലും ഈ പോലീസ് സ്റ്റേഷൻ ഇങ്ങനെ തുറന്നിട്ടിരുന്ന പോലെ കള്ളന്മാർ കയറി കഴിഞ്ഞാൽ അറിയോ? സാറേ, പോണെങ്കിൽ പോ. അതല്ലെന്ന് ഫോണ് വന്നേക്കുന്നു. വന്നെങ്കിൽ കയറി ഇരിക്കാൻ പോറാ. ഇത് ഇവിടേക്ക് നിൽക്കത്തൊന്നും തോന്നുന്നില്ല. ഒരു 5 മിനിറ്റത്തേക്ക് ഞാൻ അകപ്പെടുത്ത SI. എന്താ കുഴപ്പം? ഹലോ, അതെ, പോലീസ് സ്റ്റേഷനാണ്. SI സ്പീക്കിംഗ്. യാ അമ്മ, ആരാ? എന്താ പൊന്ന്, ഇവർക്ക് ഇന്നലെ കൊടുങ്ങല്ലൂർ ഭാഗത്ത് എവിടെ പരിപാടി എന്ന് തോന്നുന്നത്. അതുമാതിരി തെറിയാണ് കേൾക്കണത്. അയ്യോ, കാത് പൊട്ടിച്ചിട്ട് പോട്ടെ. ചേട്ടാ, ഇത് ഇവരെ എഴുന്നേപ്പിക്കാൻ തന്നെ ഈ പതിവ് ഐഡിയ തന്നെ. രണ്ടുപേരും ചായ കുടിച്ചിട്ട് ക്ലാസ് കൃത്യമായിട്ട് അവിടെ എത്തിച്ചേക്കാം. അപ്പൊ ഞാൻ പൊക്കോട്ടെ. ചായ കാപ്പി. സാറേ, ഈ രായപ്പം കറക്റ്റ് സമയത്ത് വന്ന കാരണം നമ്മുടെ ചായ കുടി നടക്കും, രാവിലത്തെ പരേഡ് നടക്കും, എക്സസൈസും നടക്കും. ശരിയാണ് സാറേ, ശരിയാണ് സാറേ. ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. എന്താണാവോ? ഇന്നലെ ഞാൻ ഡ്യൂട്ടിയും കഴിഞ്ഞ് പോയല്ലോ, ബസ്സിലല്ലേ പോയത്. ഞാൻ ഇന്നലെ ബസ്സിൽ പോയിരുന്നപ്പോഴേ എന്റെ സീറ്റിന്റെ ബാക്കിൽ ഒരുത്തം വന്നിരുന്നിട്ടെ പതീനെ കാലുകൊണ്ട് എന്നിങ്ങനെ മസാജ് തലോടണവൻ. എന്റെ ദൈവം, ഒന്നുമില്ലെങ്കിൽ മേഡം ഒരു സ്ത്രീയല്ലേ, ഇതൊക്കെ പ്രതികരിക്കണ്ടേ? ഞാൻ പ്രതികരിച്ചു സാറേ, നല്ല രീതിയിൽ ഞാൻ പ്രതികരിച്ചു. അവന്റെ സ്റ്റോപ്പിൽ ഇറങ്ങണ വരെ ഞാനും അവന്റെ കാലിട്ട് ഇങ്ങനെ തലോടിക്കൊണ്ടിരുന്നു. മേഡം, ഇങ്ങോട്ട് വന്നേ. ഇതിന് പ്രതികരണം എന്നല്ല പറയുന്നത്, സഹകരണം എന്നാണ് പറയുന്നത്. അതൊക്കെ പോട്ടെ സാറേ, നമ്മുടെ ഇന്നലത്തെ പ്രോഗ്രാമിനെ കുറിച്ച് സാറിന്റെ അഭിപ്രായം എന്താ? തോൽവി, കട്ട തോൽവി. പറയാനുണ്ടാ സാറേ, എന്തിനു കൊള്ളായിരുന്നു ഇന്നലത്തെ പരിപാടി. നമ്മുടെ SI സാറിനെ കൊണ്ട് വല്ലതും നടക്കുക. പുള്ളി പണ്ടെങ്ങാണ്ടൊരു നാടൻ പാട്ടുകാരനാ. നമ്മളോട് ഏത് പാട്ട് പാടിയാലും അവസാനം കൊണ്ട് നാടൻ പാട്ടിലാണ് നിർത്തുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പാട്ട് മര്യാദക്ക് പാടാൻ അറിയാവോ? ഒന്നും പറയണ്ട, കമ്മിറ്റിക്കാർ കൂമ്പിനടിക്കാൻ ഭാഗ്യം. ഞാൻ എന്താ ഒരു കാര്യം തീരുമാനിച്ചു. എന്താ സാറേ? ഞാൻ പരിപാടിക്കൊക്കെ വരും, പക്ഷെ ഒരു പൊതി ചോറുമായിട്ട് ഞാൻ ഇനി പരിപാടിക്ക് എന്താ സാറേ? എന്തായാലും പരിപാടി കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം കിട്ടാറില്ല. പരിപാടി കഴിഞ്ഞ ഓർഡർ കൂട്ടത്തിൽ ഏതെങ്കിലും കുറ്റിക്കാട്ടിൽ നിന്ന് ചോറ് കഴിക്കാൻ എനിക്ക് ഷുഗറിന്റെ അസുഖമുള്ളതാ. അത് ശരിയാണ്. വെറുതെ അല്ലല്ലേ കമ്മിറ്റിക്കാര് നമുക്ക് ഒരു പരിപാടിക്കും ഭക്ഷണം തരാത്തത്. ഈ പുള്ളിയൊക്കെ ആരാണ് മേഡം സത്യം പറഞ്ഞ പോലീസാക്കിയത്? ഈ പുള്ളിയുടെ അച്ഛൻ മരിച്ച വേക്കൻസി കേറിയതല്ലേ ഈ പുള്ളി. ആണാ? താമസിക്കാണ്ടപ്പോ പുള്ളിയുടെ മകനും SI ആകാൻ സാധ്യതയുണ്ട്. ഈ പോക്ക് പോയ നാട്ടുകാർ തല്ലി കൊല്ലത്തില്ലേ പുള്ളിയുടെ? വത്സല മേഡം, എന്താ സാറേ? ചുണ്ടൻ വെള്ളം കടിച്ചു പിടിച്ചോണ്ട് ചുണ്ടനേലി വരുന്നുണ്ട്. ആരാ സാറേ? നമ്മുടെ SI സാർ വന്നുണ്ടെന്ന്. എന്താണോ ഇത്? സല്യൂട്ട് അടിച്ചതാ. സല്യൂട്ട് അടിക്കുമ്പോ ഇത്തിരി ഡൈല്യൂട്ട് ചെയ്ത് അടിക്ക്, ഇത്രക്ക് കട്ടിയിൽ അടിക്കണ്ട. മനുഷ്യന്റെ ഉള്ള ജീവൻ കളഞ്ഞു പോയല്ലോ ദൈവമേ. എന്താ ഇത്? ശ്രീകൃഷ്ണൻ മയിൽപ്പീലിയും വെച്ചേക്കണ. 10-16 വർഷമായില്ലേ സർവീസിൽ? ഇത്രയും നാളായിട്ട് സല്യൂട്ട് അടിക്കാൻ പഠിച്ചില്ലേ? ഇതെന്താണ് ഈ ഹരിമുരളി തബല വായിച്ചതാ, ബാക്കിയുള്ള വിരലാ പോയത്. അത് കാരണം ഞാൻ ഈ കുറി ക്ഷമിച്ച്. പക്ഷെ നാളെ തുടങ്ങി മര്യാദക്ക് സല്യൂട്ട് അടിച്ചോളാം. PC, ഗാനമേള ഇന്നലെ കഴിഞ്ഞതല്ലേ, എന്നിട്ട് മടിയിന്ന് കട കൊടുത്ത് മാറ്റാറായില്ലേ? അയ്യോ, ഇത് കടവല്ല, എന്റെ കൊടവയറാ. രണ്ടും കടോ? നമ്മുടെ യൂണിഫോമിൽ ഒരു മാന്യതയുണ്ട്, അത് ധരിക്കുമ്പോഴും ആ ഒരു മാന്യത വേണം. ആ ബട്ടൺ ചെറുന്ന് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടില്ല. സാറ് പാന്റെ സിബിട്ടിട്ടില്ല കേട്ടോ. ഇടാൻ മറക്കണതല്ല, മടിച്ചതാ. ഇതാ അപ്പൊ സാറേ, സാറിന്റെ ഈ തോളത്ത് കാണുന്ന ഈ നക്ഷത്രം ഇല്ല, അതെന്താണ് സംഭവം? എനിക്ക് ഇത്ര നാളായിട്ട് എനിക്ക് പിടുത്തം കിട്ടിയിട്ടില്ല. പിന്നെ തോളത്തല്ലാണ്ട് കയ്യുമേം കാലുമേം കെട്ടില്ലാതെ ഇത് ക്രിസ്മസ് ട്രീ അല്ല.
അതാണ് അത് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ എടുക്കുന്ന ജോലി ഉണ്ടല്ലോ, കൃത്യനിഷ്ഠതയോടുകൂടി ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സ്റ്റാർ ആണിത്. പിന്നെ ഇപ്പൊ തന്നെ 4 സ്റ്റാറില്ലേ, ഈ സ്റ്റേഷനിൽ നമ്മൾ കൃത്യനിഷ്ഠതയോട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 5 സ്റ്റാർ വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. നാട്ടിലെ നമ്മള് നല്ല നല്ല രീതിയിൽ പെർഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ താരവും, എന്റെ നാട്ടിലെ താരം ഞാനല്ലേ. ചുമ്മാ നല്ല ചെക്കന്മാര് പറഞ്ഞു നടക്കുന്നത്. അടുത്ത ന്യൂ ഇയറിന് സാധനം നിർത്തി കത്തിക്കും. സാറേ, സാറിനെ പറ്റി ഒരു അഭിപ്രായം വന്നിട്ടുണ്ട്. നല്ല അഭിപ്രായമായിരിക്കും. നല്ല അഭിപ്രായം അല്ല, മോശം അഭിപ്രായം. എന്റെ സാറെ ഒന്ന് പറഞ്ഞ മനസ്സിലാക്കുക. സാർ നമ്മുടെ ജീപ്പിൽ പോകുമ്പോ ഈ 2 കാലും എടുത്ത് പുറത്തേക്ക് ഇട്ടിട്ട് കാലുമേ കാലും കയറ്റിയിരുന്നാണ് പോണത്. അയ്യോ, ഇങ്ങനെ അങ്ങനെ എന്താണ് സാറ് പോണത്? നാട്ടുകാർ അന്യായ ജാടയാണെന്നാണ്. അയ്യോ, അത് ജാട കൊണ്ടൊന്നുമല്ല. പിന്നെ എന്റെ മാഡം, നമ്മുടെ സർക്കാർ തന്നെ ജീപ്പല്ലേ, ഇതിന്റെ വീര് ഊരി പോണത് എപ്പോഴാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അപ്പൊ ഇറങ്ങി ചാടി ഓടണ്ടേ, അതിനുള്ള തയ്യാറെടുപ്പ. അല്ലാണ്ട് ജാടയല്ല, പാവമാടാ. പാവാടയോ? പാവാടയല്ല, ഞാനൊരു പാവാണെന്ന് പറഞ്ഞതാ. പിന്നെ ഇന്നലെ ഞാനും മത്സമാമയുടെ കൂടി പാടിയ കോലക്കുഴൽ വിളി കേട്ടോ എന്ന ഗാനം എങ്ങനെ ഉണ്ടായിരുന്നു? സാറിന് ഇരുത്തി പറയാണെന്ന് കരുതരുത്. എന്നാ ഞാൻ നിന്നിട്ട് പറഞ്ഞാ മതി. കൊള്ളായിരുന്നു. സാറ് കുറച്ചും പറഞ്ഞ കൊള്ളൂലായിരുന്നല്ലേ? അയ്യോ, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. കൊള്ളാമായിരുന്നല്ലോ. കൊള്ളാമായിരുന്നല്ലോ. പിന്നെ സാറ് മറ്റേ പെർഫോമൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. സാർ മറ്റേ പാട്ട് പെർഫോമൻസ് ഞാൻ സ്റ്റേജിൽ ഇങ്ങനെ വാരിക്കോടി പെർഫോം ചെയ്യണാറുണ്ട്. ഏത് പെർഫോമൻസ് ആണെന്ന് ഒരു പിടുത്തൂല്ല. സാർ പാടുന്ന കൂട്ടത്തിൽ ഓഡിയൻസിന്റെ ഇടയിലേക്ക് ഇറങ്ങിയിട്ട് ഓഡിയൻസ് ഒരുത്തരം കൊണ്ട് പാട്ട് പാടിച്ചില്ല. അതിന്റെ ടെക്നിക്ക് എന്താണ് സാർ? അയ്യോ, അതിന് ടെക്നിക്ക് ഒന്നുമില്ല. അത് ഒരുമാതിരിപ്പെട്ട ഗാനമേളക്കാരൊക്കെ ചെയ്യണതാ. അത് ഈ സടക്ക് മേലെ സൊടുക്ക് പാടിയപ്പോഴേ ഇടക്കൊരു ഉടക്ക് വന്ന് വരി മറന്നുപോയി. എത്തോട്ട് പോരണ്ടേ, ആരെങ്കിലും ഉണ്ടാവൂലോ പാടാനത്. അപ്പൊ അന്ന് വെറുതെ അവരെ കൊണ്ട് പാടിച്ചതാ. ഒരുത്തം നല്ല കിടുക്കനായിട്ട് പാടി. അവരുടെ നമ്പർ മേടിക്കാൻ പാടില്ലായിരുന്നു. എന്തിന് നമ്പർ? അടുത്ത പരിപാടിക്ക് നമുക്ക് അവനെ ഓഡിയൻസായിട്ട് അവരെ കൊണ്ട് പാടിക്കാറില്ല. എന്തിനു വല്ലവരെയും പിടിച്ചിരുത്തുന്നത്? PC പാടൂലേ, എന്നാ പിന്നെ PC-നെ നിർത്തിയാ പോരെ. പിന്നെ അങ്ങനെയാണ് ഞാൻ പുതിയൊരു പാട്ട് സെറ്റ് ചെയ്താറുണ്ട്. ഏത് പാട്ടാണ് സാർ? കാച്ചിക്കുറുക്കിയ മോഹത്തിൻ പാലി, മോഹത്തിൻ കാച്ചി കാച്ചി പോയപ്പോന്ന് ഞാൻ ആ പാട്ടേ മാറ്റി. സാറേ, നമ്മുടെ ലിസ്റ്റേ മാറ്റണം ആദ്യം. ലിസ്റ്റ് മാറ്റിയല്ലോ. മാറ്റിയാ? പിന്നെ ലിസ്റ്റ് ഞാൻ എപ്പോഴാ മാറ്റി. പിന്നെ ഇപ്പൊ എങ്ങനെയാണ് ഇനി പുതിയ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം എന്റെ ഭക്തിഗാനം, അത് കഴിഞ്ഞാൽ ചെയിൻ സോങ്. രണ്ടാമത്തെ പാട്ട് ഇടി കിട്ടും അല്ലേ? എന്റെ പൊന്ന് സാറേ, അങ്ങനെ ലിസ്റ്റ് മാറ്റണ കാര്യമല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ പഴയ പാട്ടൊക്കെ ഇങ്ങോട്ട് മാറ്റിയിട്ട് ന്യൂ ജനറേഷൻ പാട്ടാക്കണം. അടിപൊളി പാട്ട്. അത് പിന്നെ ഞാൻ ഓടുന്ന പട്ടിക്ക് ഒരു മുഴുവൻ മുമ്പ് അറിയണ ഒരാളാ. ഈ പാട്ടൊക്കെ ഞാൻ എപ്പോഴാ മാറ്റി. പിന്നെ പുതിയ പാട്ട് പിടിച്ചാക്കിയല്ലേ. പിന്നെ ഞാൻ വരാനായിട്ട് താമസിച്ചത് എന്താണെന്ന് അറിയാം. കമ്മിറ്റിക്കാര് കൂട്ടിയിട്ടിരിക്കുന്നു അല്ലേ? ഞാൻ നാള് ഇന്നത്തെ കാര്യം പറഞ്ഞത്. എന്താണ്? ഞാൻ മറ്റേ സാധനം ചെയ്യായിരുന്നു. അല്ല, ഒരു പാട്ടിന്റെ സാധകം ചെയ്തോണ്ടിരിക്കുന്ന പുതിയ പാട്ട്. ഏത് പാട്ടാണ്? മമ്മൂട്ടിയുടെ പടത്തില മീശവാദവന്റെ അത്തെ. അത് ക്യാപ്റ്റൻ രാജുവിന്റെ അല്ലേ? അതല്ല, നമ്മള് മമ്മൂട്ടി കുതിരക്കൊക്കെ പോകണ്ട പൊന്നാവരം കോട്ട. പൊന്നാര മോനെ, അതല്ല. പഴശ്ശിരാജ. ആദ്യ ദിവസത്തെ പൂത്തത് എവിടെ? ആ പാട്ട് സാറ് പാടാൻ പോണ. പിന്നെ ഞാനല്ലാണ്ട് വേറെ പാടാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, അതിനുള്ള ഗട്സ് സാറിന്. അപ്പൊ അതൊരു 2-3 പേര് ഞാൻ പഠിച്ച് പാടി. പിന്നെ ദാസേട്ടനും ശ്രീകുട്ടൻ ചേട്ടനും കൂടി നല്ല കഷ്ടപ്പെട്ട് പാടിയ പാട്ടാണ് ഞാൻ ഇവിടെ ഒരു സിമ്പിൾ ആയിട്ട് പാടാൻ പോകുന്നത്. ആരിവിടെ ചുരങ്ങൾ താണ്ടി ചൂളമടിച്ചു. രാജാ സൂപ്പറാ. ആരിവിടെ തേൻ നുകർന്ന വണ്ടു പൊളിച്ചു. ആനകേറാമലയിൽ അനകളി കണ്ട് താമസിച്ചേ. ആനകേറാമലയിൽ അനകളി കണ്ട് താമസിച്ചേ. വന്നുദിച്ചേ നിന്നുദിച്ചേ ആദിത്യൻ ഭഗവാനും. ഇന്നെന്താ ഭഗവാനും വന്നുദിക്കാൻ ഇത്ര താമസിച്ചേ. രയ്യരയ്യം രയ്യരയ്യം രയ്യര രയ്യര രയ്യരയ്യം രയ്യരയ്യം രയ്യരയ്യം. തന്നെ സാറേ കാണിക്കണത്. ചുമ്മാ അല്ല, നമ്മുടെ പരിപാടി 8 നിര ഉജ്ജ്വലമാകുന്നത്. അങ്ങനെ പറ. വല്ല കമ്മറ്റിക്കാരും ആയിരിക്കും, തെറി പറയാൻ വിളിക്കുന്നതായിരിക്കും. എന്തോ ആ ഫോൺ സാർ എന്റെ കൈ ഇന്നലെ ഓടി എന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. എനിക്ക് കുറച്ച് എഴുതാണ്ട് സാറേ. അയ്യോ, എന്ത് പറഞ്ഞാലും എല്ലാവർക്കും തിരക്കാണില്ല. ഇപ്പൊ ഞാൻ തന്നെ തെറിയാക്കണമല്ല. ഹലോ, അതെ, അജനമേത്രി പോലീസ് സ്റ്റേഷൻ ആക്ഷൻ ഹീറോ തെറി പറയുന്നു.
എപ്പോ? ശോ. ആ, നിങ്ങൾ ഒരു പേടിയും പേടിക്കണ്ട. 24 മണിക്കൂറിനുള്ളിൽ ഞാൻ അവരെ പിടിച്ചിരിക്കും, എല്ലാം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കും. ഇത് ആക്ഷൻ ഹീറോ സിജുവിന്റെ വാക്കാണ് ഏറ്റവും വലിയ സത്യം. ഓക്കെ. സാറേ എന്താ എന്താ സാറേ? സാർ സംഭവം എന്താണ്? സാറേ, സംഭവം എന്താണെന്ന് അറിയാമോ? നമ്മൾ ഇന്നലെ പ്രോഗ്രാം നടത്തിയില്ല ഒരു അമ്പലം. നമ്മുടെ പരിപാടി കഴിഞ്ഞപ്പോണ്ടല്ല, അമ്പലത്തിലെ വിഗ്രഹം മോഷണം പോയത്. എന്താണിത്? സാറേ നമ്മൾ ഇന്നലെ പരിപാടിക്ക് പോയില്ലേ, ആ അമ്പലത്തിലെ വിഗ്രഹം മോഷണം പോയെന്ന്. എടാ മണകുണാങ്ക. ഇത് തന്നെയല്ലേ ഞാനും നിങ്ങളോട് പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ ഞെട്ടിയാ? ഇല്ല. പിന്നെ ഞാൻ പറയുമ്പോ നിങ്ങൾ കേട്ടണത്തിനാണ്. ഓളത്തിന് ഞെട്ടണ്ട, ഞാൻ പറഞ്ഞോളാം. പിന്നെ നമ്മളിതിലെ പ്രോഗ്രാം നടത്തിയ അമ്പലമില്ലേ, ആ പരിപാടി കഴിഞ്ഞപ്പോ അവിടുത്തെ ദേവിയുടെ വിഗ്രഹം മോഷണം പോയതാ. അയ്യേ. അയ്യേന്നോ? അയ്യോ. അയ്യോന്നോ? അപ്പൊ ഞാൻ അതും കണ്ടുപിടിക്കണം. ശ്ശെ. സാറേ, സാറേ എനിക്കൊരു സംശയമുണ്ട്. ആരാണ് സംശയം? അവരെ ഞാൻ പൊക്കും, ഇവിടെ കൊണ്ടുവന്നിട്ട് ഇട്ടിക്ക് ഞാൻ അവരാം. ആരെയല്ല, അതായത് സാർ നല്ല ഗാനമേളയ്ക്ക് ഹരിമുരളീരവൻ പാടിയില്ലേ, ആ പാട്ട് കേട്ടിട്ടായിരിക്കും അമ്പലത്തിലെ ദേവി ഇറങ്ങി പോകും. ഇതൊരുമാതിരി മെന്നെ കെട്ട തമാശയായി പോയല്ല. പോയി കഷ്ടാറ് പോയി. സാറേ, ആ ജനലങ്ങ് തുറന്നു കേട്ടോ സാറേ, അതങ്ങ് അത് പൊക്കോട്ടെ. എന്റെ പൊന്ന് സാറേ, സാറേ എനിക്കൊരു സംശയമുണ്ട്. അവനെ പോലുള്ള സംശയമാടാ. അയ്യേ, ഞാൻ അല്ലല്ലല്ല. ചിരിച്ചിട്ടും പോയിരിക്കും. ഇല്ല സാറേ, അതുപോലത്തെ ഇതൊന്നും അല്ല. പിന്നെന്താണ്? സാറേ, ഇന്നലെ നമ്മുടെ ഗാനമേള നടക്കണ സമയത്ത് ആ പിരിയും കുഞ്ഞുഞ്ഞ് അതുവഴി കടക്കണ ഞാൻ കണ്ടായിരുന്നു. ഏത് പിരിയും കുഞ്ഞു? അയ്യോ പിരിയ കുഞ്ഞിനെ അറിയാൻ പാടില്ല. ഇല്ല. എന്റെ സാറേ, വേൾഡ് കള്ളനല്ലേ അവൻ. ആണാ? അവൻ ആരെങ്കിലും നോക്കി പിരിയൻ ഇങ്ങനെ പിരിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ കയറി ആ സമയം അവൻ മോട്ടിക്കും. ആണാ? ആ. എന്നാ സംശയമില്ല, ഇത് മോഷ്ടിച്ചത് പിരിയം കുഞ്ഞു തന്നെ. 23.5 മണിക്കൂറിനുള്ളിൽ പിരിയം കുഞ്ഞു അവിടെ ഉണ്ടെങ്കിൽ ഈ സ്റ്റേഷനിൽ ഹാജരാക്കണം. സാറേ 24 മണിക്കൂറല്ലേ, ബാക്കി അരമണിക്കൂർ ഞാൻ എന്ത് ചെയ്യും? അരമണിക്കൂർ പോണ വഴിക്ക് ചായ കുടിക്കാൻ എടുക്കും. ഓക്കെ സാർ. ഓക്കെ. എവിടെ ചെന്നാലും ഒരു സമാധാനം ഇല്ല ദൈവമേ. കുടുംബത്തിരുന്നാലും ഇല്ല, ജോലിക്ക് വന്നാലും ഇല്ല. സാറേ ഈ കുഞ്ഞിപ്പോ എവിടെ കാണും? ഇവിടെ ഉണ്ടാന്ന് നോക്കി കിച്ചല്. ഇല്ല. ഇവിടെ ഉണ്ടാ? ഇവിടെ ഇല്ല. മനസ്സിലായി സാർ, എവിടെയായിട്ടാണ് ഞാൻ പിടിച്ചോണ്ട് വരാം സാർ. ഓക്കേ, ദൈവമേ എല്ലാം പോയി. ഇനി എവിടെ ചെന്നവനെ തപ്പും ദൈവമേ. എന്താ സാറേ? നമ്മളിങ്ങനെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ഒരു കാര്യം. ഇനി സാറല്ല അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം, ഞാനല്ലല്ല. എന്നൊരു കാര്യം ചെയ്യും, വത്സമ്മയുടെ ഒരു 2 റോഡ് നടത്തിട്ടു, ഞാനിവിടെ കാത്തിരിക്കാം. നടന്നു സാറേ. ഇപ്പൊ ഞാൻ പറഞ്ഞു കറക്റ്റ് ആയില്ലേ? നടന്നില്ലേ? പല കാര്യം ഉണ്ടായ ഇതാ പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ഒരു കാര്യമില്ല. സാറേ, അവനെ കിട്ടിയെന്ന് തോന്നല്ല. കുഞ്ഞുഞ്ഞേ, ഉള്ള സത്യം നീ തുറന്നു പറഞ്ഞോ ഇപ്പം. സാർ അതെ ആ സത്യം ഇന്നലത്തെ കേസല്ലേ? ആ ഇന്നലത്തെ അത് ഞാനവിടെ മറന്നുപോയി. ഞാൻ വീട്ടിൽ പോയിട്ട് വാട്സപ്പിൽ വോയിസ് മെസ്സേജ് ആണ്. ഇത്രയും നേരം ഞാൻ ചോദ്യം ചെയ്ത പോലല്ല സാറ്. അല്ല, സാറ് നിന്നെ ഇടിച്ച് കുപ്പിയിലാക്കും. ഞാനവിടെ മായാവിയാ. മായാവിയാണോ കുട്ടൂസനാണെന്നൊക്കെ സാറ് തീരുമാനിച്ചു. അന്യായ ചൂടനാണ് കേട്ടോ പുള്ളി. ആ നിപ്പ് കണ്ടാടാ, പുലിയാണ് പുലി. ഇടിച്ച് നിന്റെ പഞ്ഞിക്കെട്ട് ഇളക്കും നമ്മള് പറയണ്ട, സാറ് ചോദിച്ചോളൂ. സാറേ ഞങ്ങള് ചോദ്യം ചോദിച്ചിട്ട് അവനൊന്നും പറയുന്നില്ല. ഒന്നും പറയല്ലേ? സാറ് തന്നെ ചോദിക്കൂ. ഞാൻ ചോദിക്കണോ? സാറ് മറന്നു. ഇങ്ങോട്ട് മാറിക്കടാ. എന്നാ സാറേ? ശൗര്യം കളയല്ലേ. ഇങ്ങോട്ട് മാറിക്കടാ. എടാ കള്ളന്മാരെ പോലെ താഴ്ത്തു നോക്കാതെ മുഖത്ത് നോക്കടാ. എടാ, എന്താടാ കാര്യം പറ, എന്താ നീ ചിരിക്കണേ? എന്താ എന്നെ പോലെടാതെ ആ പിള്ളേരുടെ മുഖത്തേക്കൊക്കെ അണ്ണാ കുഞ്ഞ് ചകിരി അടിച്ചു പിടിച്ചേക്കണ മാതിരി. അവൻ പറയാണ് സാറിനെ കാണാനായിട്ട് ഒരു ഭംഗിയില്ല, ഈ പണി തീരാത്ത പ്രതിമ പോലെ സാറിന്റെ മുഖം ഇരിക്കണത്. അവൻ അന്യായ ഗ്ലാമറാണ്, ചത്തൂടെന്നൊക്കെ പറയണത്. ഞാൻ അവൻ ആരാണെന്ന് ഞാൻ കാണിച്ചു.
ഇങ്ങോട്ട് മാറിക്കടാ. എടാ ഇങ്ങോട്ട് മാറിക്കടാ. നീ അവരോട് പറഞ്ഞാടാ എന്നെ കാണാൻ ഭംഗിയില്ലെന്ന്. നിന്നെ കാണാൻ ക്ലാവറെന്ന് പറഞ്ഞാ ഇന്ന് ഞാൻ ഇവരെ കാണിച്ചു കൊടുക്കാം. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞുഞ്ഞെ, എന്നിട്ടെന്തേ നിന്നെ തല്ലാൻ ഇന്ന് വരെ വന്നില്ലാരും. താന്നിരിക്കി താന്നിരിക്കി താന്നിരി 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 സാറ് കുഞ്ഞുഞ്ഞിനെ ഒറ്റയിടിച്ച് കൊന്നേ. എന്താണ് സാറ് കുഞ്ഞുഞ്ഞിനെ ഒറ്റയിടിച്ച് കൊന്നെന്ന്. ഞാനാരും കൊന്നിട്ടില്ല. എന്റെ കാലം എന്റെ മേത്തോട് തൊട്ടിട്ടില്ല. എന്റെ മേടം ഒന്ന് നോക്കിയേ. അയ്യോ ഞാൻ തന്നിട്ടില്ല. ദൈവമേ ജോലി പോയി, സകലതും പോയി. രക്ഷട്ടോ ജീവനുണ്ടാ? തീർന്നു. അയ്യോ കുഞ്ഞുഞ്ഞ മോനെയാണോ ഇന്നേക്കടാ? പോയി സാറേ ആചാരവിടി ആചാരവെടിയാ. ദൈവമേ ജോലി അയ്യോ എന്നെ വെടിവെച്ച് കൊല്ലല്ലേ സാറേ. അയ്യോ എന്നെ വെടിവെച്ച് കൊല്ലല്ലേ. ചത്തിട്ടില്ല. എടാ കുഞ്ഞുഞ്ഞ നീ പേടിപ്പിച്ച് കളഞ്ഞല്ല. പേടിച്ചോയോ? നീ ചത്തിട്ടില്ലായില്ലേ? ഇല്ല. സത്യം പറ ചത്തിട്ടില്ല. സത്യമായിട്ട് ദേ വേദനയുണ്ടോ? വേദനയില്ലേ? ഞാൻ ചത്തള്ള. ഒരിത്തിരി നേരം കൊണ്ട് വിഷമിച്ച് പോയിട്ടാ. പിന്നെ ആകെ പേടിച്ച് വഷളായി പോയി. ഇതിനകത്തൊരു റിലാക്സേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാട്ടങ്ങോട്ട് പാടാം. എന്നാ തല്ലി കൊല്ലും ഞാൻ. പാട്ട് പാടാൻ ഇവിടെ ഞാനുണ്ട്. അടുത്ത പോലീസുകാരങ്ങൾക്ക് കളിക്കാൻ പറ്റുന്ന ഒരു ഡാൻസാ. ഡാൻസാ? പിന്നെ അത് ഞാനിവിടെ പെർഫോം ചെയ്താലാ? അത് വേണോ സാറേ? പിന്നെ വേണം വേണം വേണം. പിന്നെ ഞാനത് കളിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. സത്യസന്ധമായി ആത്മാർത്ഥമായിട്ട് ജഡ്ജ്മെന്റ് ചെയ്യണം. വേണ്ട വേണ്ട നിങ്ങൾ ചെയ്യണ്ട. നിങ്ങൾ ഇവിടെ ആത്മാർത്ഥമായിട്ട് പറയും, ഞാനങ്ങോട്ട് തിരിഞ്ഞ മൂത്തോക്കി കൊഞ്ഞനെ കുത്തി കാണിക്കും. അത് നിങ്ങൾ വേണ്ട, പുറത്തുനിന്ന് ഒരാള് ജഡ്ജ്മെന്റ് ചെയ്യണം. ഞാൻ പറയാം, ഞാൻ ചെയ്യാന്നേ. കള്ളനാ ഇവനാ? ഇവൻ കള്ളനാണെങ്കിൽ സത്യസന്ധനാ. അതേ ഇവന്റെ പേരാ കുഞ്ഞുഞ്ഞെന്നുള്ളു. ജഡ്ജ്മെന്റിൽ ഇവൻ വലിയ കുഞ്ഞാ. നമ്മളെക്കാളും കൂടുതൽ ജഡ്ജിനെ കണ്ട ആളാ. ഇവന്റെ ജഡ്ജ്മെന്റ് കറക്റ്റ് ആയിരിക്കുള്ളൂ. അത് ശരിയാ. എന്നാ ഇവൻ തന്നെ മതി മതി. തുടങ്ങട്ടെ. തുടങ്ങി. നമ്മുടെ സൂപ്പർ ഡാൻസ് ജോണിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ജഡ്ജസിനെ സ്വാഗതം ചെയ്യാം. ഇനി അടുത്തതായി ഒരു റോക്കിംഗ് പെർഫോമൻസുമായി എത്തുകയാണ് നമ്മുടെ ഷിജു സാർ. സാർ വെൽക്കം. അതെന്താ തകർത്തോ? മ്യൂസിക്. ജഡ്ജസിനെ സ്വാഗതം ചെയ്യാം. കുഞ്ഞുഞ്ഞു സാർ അഭിപ്രായം പറയൂ. ഒന്നും പറയാനില്ല കേട്ടോ, ഒന്നും പറയാനില്ല. സൂപ്പറായിരുന്നു, തകർത്ത് ഗംഭീരായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതേപോലെ ഒരു സൂപ്പർ പെർഫോമൻസ് ഞാൻ കണ്ടിട്ടില്ല. ശരിക്കും അതിൻ്റെ എക്സ്പ്രഷനൊക്കെ ഇട്ടില്ല. സൂപ്പറായിരുന്നു, അടിപൊളി. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ കണ്ണ് രണ്ട് പൊട്ടക്കണ്ണായിരിക്കണം. എന്നെ എവിടെ കരുതി കാണിച്ചാൽ ഇങ്ങനെയാണോ ഡാൻസ് കളിക്കണേ? നീ മാറി നിന്നോട് മീശ പേടിച്ചാടി മോറാൻ. അല്ലേ നീ ഒരു സ്റ്റെപ്പ് കാണിച്ചല്ലേ? എങ്ങനെ ഇത് കാണുമ്പോഴല്ല പേടിച്ചാഴി കപ്പ മാതാ നിക്കണ മാതിരി ഓർമ്മ തന്നെ. ഒറ്റടി കിണ്ണാടില്ല ബാബന്റെ പാട്ട്. കരയണത് ഞാൻ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ റൗണ്ടിൽ വന്നത്. പക്ഷെ ഈ റൗണ്ടിൽ നിന്ന് എന്നെ പുറത്താക്കിയില്ലേ ഈ ജഡ്ജി സാറിന്റെ ചീത്ത പറഞ്ഞു. എന്റെ പൊന്ന് സാർ, അവൻ ജഡ്ജി ഒന്നും അല്ല, കള്ളം കുഞ്ഞു കുഞ്ഞല്ല. വിഗ്രഹം എവിടെയാന്ന് ചോദിച്ചു. ഇങ്ങനെ മാറിക്കണ നീ, ഇങ്ങനെ മാറിക്കണ. സത്യം പറയണ, നീ എവിടെ വിഗ്രഹം പൊട്ടിച്ചത്? സത്യം സത്യം പറയണ. സത്യം സത്യം പറയാ. എന്റെ പൊന്നു സാറേ, ഞങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാ സത്യം എന്ന് പറയണ? സത്യം. എന്റെ സാറ് വിഗ്രഹം എവിടെയാന്ന് ചോദിക്കും. സത്യം പറ, നീയല്ലേ വിഗ്രഹം പൊട്ടിച്ചത്? ഞാനൊന്നുമല്ല. നീ ഇന്നലെ അമ്പലപ്പറമ്പിൽ പോയിരുന്നില്ലേ? ഞാൻ ഇന്നലെ അമ്പലപ്പറമ്പിൽ പോയി. എന്തിനു പോയി? സാറിന്റെ കാര്യങ്ങളേക്കാൻ. എന്നിട്ട് എന്നെ കിടുക്കം പാട്ടടവേ സാറിന്റെ കണ്ട. നിങ്ങൾക്കാർന്നില്ല എന്റെ പുജ്ഞം, നിങ്ങൾക്കാർന്നില്ല എന്റെ പുജ്ഞം. എന്നിട്ട് അടിപൊളി പാട്ടാണ്. അതെല്ലേ കുഞ്ഞുഞ്ഞ, എന്റെ പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? പോരെ സാറേ,
പോരാ. ആ നിന്റെ പാട്ട് പോരാ. പിന്നെ ഭയങ്കര മോശമായി പോയി. പിന്നെ 2 പാട്ടൊക്കെ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ മറ്റേ മമ്മൂട്ടിയുടെ മാഞ്ഞാലിലെ പാട്ട് മാഞ്ഞാലിയിൽ അടിമാതി എന്റെ സാറേ മായാവിയിലെ ആ പാട്ട് ശരിയായില്ല. അതെന്തിനാ കുഴപ്പം? ആ പാട്ട് അങ്ങനെയാണോ പാടുന്നത്? തർക്കം വേണ്ട. സാർ ഒരു 2 കോടി മൂടിക്ക്. ആ പാട്. ഞാൻ പാടി പഠിപ്പിച്ചു തന്നേക്കാരാ. ശബരിയിലേക്ക് പോയിട്ട് രാഗം പിടിച്ചതാ. രോഗം പിടിക്കും സാറേ. ഞാനൊന്ന് പാടിക്കോട്ടെ മേഡം. ആ ശരി. സ്നേഹം തേനല്ല നോവിൻ കൈപ്പല്ല കണ്ണീരൻ കൈലേസുമല്ല. ഓഹോ ആ ശരിയല്ല. ഇങ്ങനെയാണ് അതിന്റെ ഹമ്മിങ്. അങ്ങനെയല്ല അങ്ങനെയല്ല. ഇങ്ങനെയാണ് അതിന്റെ ഹമ്മിങ്. അല്ല. പാട്. ഞാൻ പാടിത്തരാം. പാട്. ഓഹോ കണ്ടം പൂട്ടിയടിക്കാൻ കണ്ടം പൂട്ടിയടിക്കാൻ കരിമ്പാറക്കരങ്ങളുണ്ട്. വെള്ളം കോരി കോരി ഉള്ളം പിടക്കുന്ന മേലക്കിടങ്ങളുണ്ട്. തകതക താത്തിനന്തക തെയ്താര തകതിനന്തക തെയ്താര താത്തിനന്തക തകതിനന്തക തകതിനന്തക തെയ്താര താത്തിനന്തക തെയ്താര തകതിനന്തക തെയ്താര താത്തിനന്തക തകതിനന്തക തകതിനന്തക തെയ്താര. ഇങ്ങനെയാണ് ആ പാട്ട് പറഞ്ഞത്. എന്താ സാർ ഇവന്റെ ഒക്കെ വിഗ്രഹം എവിടെയാന്ന് ചോദിക്കും. നീ പാട്ട് പാടി രക്ഷപ്പെടാൻ നോക്കണാടാ. പിന്നെ സത്യം പറ, നീ വിഗ്രഹം പൊട്ടിച്ചത് സാറേ. നീ അമ്പലപ്പറമ്പിൽ എന്തിനു പോയി? സാറേ ഞാൻ ഇന്നലെ അമ്പലപ്പറമ്പിൽ വന്ന് സാറിന്റെ ഗാനമേള കണ്ടു. അടിപൊളി പാട്ട്. ആ, എന്നിട്ട് എന്നിട്ട് അമ്പലത്തിൽ സാറ് ഞാൻ ഇന്നലെ അമ്പലത്തിൽ വന്നു. സാറിന്റെ ഗാനമേള കണ്ടു. അടിപൊളി പാട്ട്. എന്നിട്ട് ഞാൻ അമ്പലത്തിൽ ഒന്നുകൂടി റിവേഴ്സ് നോക്ക്. എന്നിട്ട് നിർത്തി പറയാം, എന്നാലും നിനക്ക് ശ്വാസം കിട്ടുള്ളൂ. ഓക്കെ, കറക്റ്റ് ആയിട്ട് പറഞ്ഞേ. സാറ് ഞാൻ ഇന്നലെ അമ്പലത്തിൽ വന്നു. സാറിന്റെ ഗാനമേള കേട്ടു. നിർത്ത്. ആ, എന്നിട്ട് അടിപൊളി പാട്ട്. അവ്വ എന്നിട്ട് ഞാൻ അമ്പലത്തിൽ ചെന്ന് വിഗ്രഹം എടുത്തുകൊണ്ട് പതുക്കെ അങ്ങോട്ട് പോയി. കള്ളനാണെന്ന് പറയും സത്യേന്ദ്രനാ. ആ പാവ വിഗ്രഹം കൊടുത്തിട്ട് പോയത്. എന്റെ സാറ് വിഗ്രഹം എവിടെ കൊണ്ടാ വെച്ചേക്കണം ചോദിക്കാം. ഇങ്ങോട്ട് മാറിക്കടാ. എന്നിട്ട് നീ ആ വിഗ്രഹം അവിടെ കൊണ്ടു വെച്ചടാ. സാറേ വിഗ്രഹം ഞാൻ എടുത്തു. പക്ഷെ അത് എനിക്ക് അമ്പലത്തിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് കിടത്താൻ പറ്റിയില്ല. എന്തു പറ്റി? അത് നിങ്ങൾ തന്നെയാ കാരണം. ഞങ്ങളാ ആ, സാധാരണ പരിപാടി തുടങ്ങി കഴിഞ്ഞാൽ കാണാൻ വേണ്ടി ആൾക്കാരെ എവിടെ ഇരിക്കണം? സ്റ്റേജിന്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടാവും. ആണല്ലോ. ഈ വക മെനകിട്ട പരിപാടി അവിടെ നടത്തിയായിരുന്നേ ആൾക്കാരൊക്കെ അമ്പലത്തിന്റെ അകത്ത് കയറി കുത്തിരിക്കുക. പിന്നെ ഞാൻ ഈ വിഗ്രഹം കൊണ്ട് എങ്ങനെ പുറത്തെടുക്കും? ഈ വിഗ്രഹം കൊണ്ട് ഞാനിത് എവിടെയെങ്കിലും ഒളിപ്പിക്കാൻ വേണ്ടി വന്നപ്പോ സ്റ്റേജിന്റെ പുറകില് നിങ്ങളുടെ ഡ്രം ഇരിക്കണുണ്ട്. ഞാൻ വേഗം അത് തുറന്നു വെച്ചാൽ അതിന്റെ അകത്ത് അങ്ങ് ഇട്ട്. എടേ ഈ ഡ്രം എന്ന് പറഞ്ഞ ഡ്രം സെറ്റ് ആണോ? ഡ്രം സെറ്റ് വെറുതെ അല്ല സാറേ, ആ സാധനത്തിന് ഇത്ര വെയിറ്റ് എന്റെ തോളെല്ലാം ഒടിഞ്ഞെന്ന്. ഡ്രമ്മിന്റെ അകത്ത്, വിഗ്രഹത്തിന്റെ പുറത്ത്, എന്നിട്ട് ഇത് രണ്ടും സ്റ്റേഷനകത്ത്. ഏത് സ്റ്റേഷനിൽ? ഈ സ്റ്റേഷന്റെ അകത്ത്. ഞങ്ങളെ കൂടെ കുറ്റപ്പെടുത്താനായിട്ടാണ് നീ വെച്ചത്. ഞങ്ങൾ കൂടി കള്ളനാകൂലേ? എടുത്തിട്ട് പോ. ഞാൻ എവിടെങ്കിലും ഓടിച്ചിട്ട് പിടിച്ചോ. ഞാൻ ഉണ്ടാവൂല. എന്നിട്ട് വേറെ പോലീസുകാരെ എന്നെ പിടിക്കാനല്ലേ? എന്റെ സാർ ഇതൊന്ന് നിർത്ത്. എന്തായാലും വിഗ്രഹം ഇവിടെയുണ്ട്, ആളിവിടെ ഉണ്ട്. ആ കമ്മറ്റിക്കാരെ വിളിച്ച് കാര്യം പറ. അത് ശരിയല്ല. ഇവരവിടെ മാറ്റി പീസി. ഹലോ, ജലമൈത്രി പോലീസ് സ്റ്റേഷൻ, ആക്ഷൻ ഹീറോ സ്പീക്കിംഗ്. ആ കമ്മിറ്റിക്കാരനല്ലേ? പിന്നെ വിഗ്രഹം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിസാഹസികമായിട്ട് ഞങ്ങൾ കള്ളനെയും പിടിച്ച് വിഗ്രഹം കിട്ടി. അപ്പോൾ എത്രയും പെട്ടെന്ന് വന്നിട്ട് വിഗ്രഹം കൈപ്പറ്റിക്കൊണ്ട് വെക്കോ. ഓക്കെ, ബാക്കി കാര്യങ്ങളൊക്കെ വന്നിട്ട് സംസാരിക്കാം. ഓക്കെ 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 ഓക്കെ. കമ്പനിക്കാരെ വിളിച്ച് പറഞ്ഞാ? പറഞ്ഞു. സാറേ FIR ഒക്കെ എഴുതണ്ടേ? ഇപ്പൊ ഉണ്ടായി. കഴിഞ്ഞ ആഴ്ചത്തെ ഞാൻ വായിച്ചതാ. ഞാൻ അടുത്ത ആഴ്ച വന്നത് മതി. എന്ത് ഫയലല്ലേ? സാറേ ഫയറും ഉണ്ടാക്കൊന്നുമല്ല, FIR എഴുതണ്ടേ? കമ്മിറ്റിക്കാരനാണ്. ബഹിരിക്ക് ഇവിടെ ഏതമ്പലത്തിലാ പ്രോഗ്രാം? ഞങ്ങൾ എപ്പോ വന്നോ? ഉച്ചക്ക് ഊണൊക്കെ ഉണ്ടാവും? അല്ല, നിങ്ങൾ കഴിഞ്ഞ ദിവസം പ്രോഗ്രാം ചെയ്തില്ലേ? ആ അമ്പലത്തിലെ ആൾക്കാരാന്നാ പറഞ്ഞത്. ആ വിഗ്രഹം മോഷണം പോയില്ല. ഞാൻ വിചാരിച്ചു പരിപാടി പുതിയത് ബുക്ക് ചെയ്യാൻ കമ്മിറ്റിക്കാരനായിരിക്കും. പിന്നെ മനസ്സിലാ മേഡം, ആ വിഗ്രഹം കൊടുത്തു കൊടുത്തേ. കമ്മിറ്റിക്കാരോ താടി വിഗ്രഹമൊക്കെ സൂക്ഷിക്കിട്ട് അതൊക്കെ വല്ല കള്ളന്മാരും കൊണ്ടുപോകൂലേ? കൊടുത്തേക്ക്. സന്തോഷമായില്ലേ?
സാക്ഷാൽ ഇപ്പുറത്തുള്ള ദേവിയാണ്. ആണോ? ആ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം സാറേ. ഇന്ന് ശരിയാ. ശരി ശരി ശരി, ഓക്കെ ഓക്കെ. പിന്നെ ഒന്ന് കിട്ടുമോ, നിങ്ങൾ അതിസാഹസികമായിട്ട് ഗറില്ല യുദ്ധമുറയൊക്കെ നടത്തിയിട്ടാണ് ഈ മല്ലനെ പിടിച്ചത്, വിഗ്രഹം കിട്ടിയത്. അപ്പൊ ഒരു പാല് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വേണമല്ലോ. അപ്പൊ അടുത്ത വർഷത്തെ പ്രോഗ്രാമും ഞങ്ങൾക്ക് തന്നെ തരണമെങ്കിൽ ഏത് ഈ വർഷത്തെ പ്രോഗ്രാം നിങ്ങൾക്ക് തന്നുകൊണ്ടാ ദേവിയെ കാണായത്. അടുത്ത വർഷം നിങ്ങൾക്ക് പ്രോഗ്രാം തന്നപ്പോൾ അമ്പലം പോലും കാണത്തില്ല. ഞങ്ങൾ വല്ല ഡാൻസ് വല്ലതും പറ്റില്ല. എന്റെ പൊന്നോ, ഡാൻസ് നോക്കാൻ അവർ പറയുന്നത്. PC, എന്താ സാറേ? ഒരു കാര്യം ചെയ്താലാ, നമുക്ക് ഈ വർഷം പാട്ട് പരിപാടി അങ്ങോട്ട് മാറ്റിയിട്ട് ഡാൻസിലേക്ക് അങ്ങോട്ട് പിടിച്ചാലാ? ആര് ഡാൻസ് കളിക്കും? ഞാൻ ഡാൻസ് കളിക്കും. ഞാൻ ഹീരേ